ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രധാന ചോദ്യം ഇല്ലെങ്കിൽ പറഞ്ഞു നടന്നിരുന്നതും എഴുതി പിടിപ്പിച്ചതുമൊക്കെ BJP-യിലെ NDA സഖ്യം അധികാരത്തിൽ വരില്ല എന്നാണ്. ഏതായാലും അവർ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം പറഞ്ഞു വരുന്നത് ഈ സഖ്യം അല്ലെങ്കിൽ ഈ ഭരണം അധികം നാൾ മുൻപോട്ട് പോകില്ല, ഏത് നിമിഷവും നിലംപതിക്കും. അതിന് പ്രധാനപ്പെട്ടതായി പറയുന്നത് JDU-വിൻ്റെ TDP-യുടെ ഒക്കെ സഹായത്താലാണ് BJP മുൻപോട്ട് പോകുന്നത്, മോദി മുൻപോട്ട് പോകുന്നത്, അതുകൊണ്ട് ഭരണം നിലംപതിക്കുമെന്നാണ്. ഇതിനകത്ത് ആശങ്ക ഈ BJP-യുടെ അനുഭാവികൾക്കും വലിയ ആശങ്കയുണ്ട്, ഏത് നിമിഷവും നിലംപതിക്കാം എന്നൊരു സ്ഥിതിയിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നരേന്ദ്രമോദി ഘടകകക്ഷി നേതാക്കൾക്ക്, പ്രത്യേകിച്ച് TDP-ക്കും JDU-വിനോടും പറഞ്ഞത് തങ്ങൾക്കൊരു നിലപാടുണ്ട്, അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. 5 MP-മാർക്ക് ഒരു മന്ത്രി എന്നാണ് ഞങ്ങൾ സാധാരണ ഘടകകക്ഷികൾക്ക് നൽകുന്നത്, അല്ലാതെ നിങ്ങൾ ചോദിക്കുന്ന പോലെ വാരിക്കോരി തരാൻ നൽകില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം JDU ഒക്കെ ചോദിക്കുന്ന 3 MP-മാർക്ക് ഒരു ക്യാബിനറ്റ് പദവിയാണ്, ആകെ 12 MP-മാരുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ക്യാബിനറ്റ് പദവി കൊടുക്കേണ്ടി വരും, അത് നടക്കില്ല എന്ന് പറഞ്ഞു. ഏതായാലും 2 ക്യാബിനറ്റും ഒരു സഹമന്ത്രിയും കൊണ്ട് JDU തൃപ്തിപ്പെടേണ്ടി വരുമായിരിക്കും. TDP-യോടും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏതായാലും അവർ അവിടെ തന്നെ നിലയുറച്ച് അല്ലെങ്കിൽ അടിയുറച്ച് നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇനിയിപ്പോൾ വേറൊരു സംശയം വരും, നിതീഷ് കുമാർ പോയാൽ എന്ത് സംഭവിക്കും? നിതീഷ് കുമാർ പോയാൽ ഈ 12 MP-മാരെ കൊണ്ട് പോയാലും ഒരു ചുക്കും സംഭവിക്കില്ല. TDP പോയാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ TDP-യും JDU-യും പോയാലും ഈ സർക്കാർ ഇന്നത്തെ അവസ്ഥയിൽ നിലം പതിക്കില്ല. കാരണം ഈ സഖ്യ സർക്കാരിന് ഇപ്പോഴത്തെ ടോട്ടൽ അംഗബലം, അതായത് 293 ആയിരുന്നു TDP-യും JDU-യും കൂടെ ചേർന്നുള്ള ഇന്ത്യയുടെ സംഖ്യാബലം. അതിനുശേഷം ഇന്നലെ 7 സ്വതന്ത്രരും ചെറു പാർട്ടികളിലും പെടുന്ന 7 MP-മാരുടെ പിന്തുണ നൽകി, അതോടുകൂടി 300 അംഗസംഖ്യ. ഇന്ന് പുലർച്ചെ നാം കേൾക്കുന്ന വാർത്ത VPP എന്ന് പറയുന്ന ഒരു ചെറു പാർട്ടിയും ശിരോമണി അകാലിദളിൻ്റെ ഒരു MP, 2 പേർക്ക് ഓരോ MP-മാരാണുള്ളത്. ആ MP-മാർ കൂടി BJP പിന്തുണച്ച് കത്ത് നൽകിയിരിക്കുന്നു. അതോടുകൂടി 302 നിലവിൽ BJP-യുടെ അംഗസംഖ്യ. അതായത് അംഗസംഖ്യ തങ്ങൾക്ക് കൂട്ടാൻ കഴിയുമെന്ന് വ്യക്തമായ ഉറപ്പ് മോദിക്കുള്ളത് കൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവിനോടും JDU-വിനോടും കൃത്യമായി കർശനമായൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞത്. സ്വാഭാവികമായി മുൻകാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് 28ഓളം ഘടകകക്ഷികളെ കൂട്ടിക്കെട്ടിയാണ് അദ്ദേഹം ഭരിച്ചത്. അദ്ദേഹത്തിൻ്റെയൊക്കെ കാലത്ത് വലിയ പ്രയാസകരമായിരുന്നു ഇത്രയും ഒരു ഉറച്ച നിലപാടെടുക്കാനെങ്കിൽ. ഇന്ന് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, ഇത്രയും മന്ത്രിമാരെ നടക്കൂ എന്ന് ഉറച്ച നിലപാടെടുക്കാൻ മോദിയെ കരുത്തനാക്കുന്നത് ഈ കണക്കുകൾ തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ ടോട്ടൽ NDA-യുടെ സംഘബലം ഇല്ലെങ്കിൽ അവരുടെ സംഖ്യ എന്ന് പറയുന്നത് 302 ആണ്. ആ 302-ൽ 16 അംഗങ്ങളുള്ള TDP-യും 12 അംഗങ്ങളുള്ള JDU-യും ചേർത്ത് 28 പേരാണ്. ആ 28 പേര് പോയാലും കേവല ഭൂരിപക്ഷത്തിൽ മോദി രാജ്യം ഭരിക്കും. കാരണം 274 അപ്പോഴും പോക്കറ്റിലുണ്ട്. ഇനി ഭരണം തുടങ്ങുമ്പോൾ, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ BJP-യുടെ അംഗസംഖ്യ 305 ആയിരിക്കുമെന്ന് BJP-യുടെ ചില നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. എവിടെ നിന്നാണ് ബാക്കി 3 പേർ വരുന്നതെന്ന് അറിയില്ല. കാരണം BJP അങ്ങനെ പറയുമ്പോൾ സംശയിക്കേണ്ടതായ സാഹചര്യമൊന്നുമില്ല. കാരണം അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. 3 പേരെയോ 30 പേരെയോ ഏത് നിമിഷവും സ്വന്തം പാളയത്തിലെത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള പാർട്ടിയാണ് BJP എന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവർ സംശയലേശമന്യെ തെളിയിച്ചിരിക്കുന്ന ഒരു പാർട്ടി കൂടാണ്. ഏതായാലും ഈ BJP-യുടെ ഭരണം താഴെ പോകുമോ എന്ന് ചോദിക്കുന്നവരുടെ പറയാൻ ഒന്നേ ഉള്ളൂ, ചന്ദ്രബാബു നായിഡു പോയാലും ഈ പറയുന്ന നിതീഷ് കുമാർ പോയാലും ഒരു ചുക്കും സംഭവിക്കില്ല. ഇനി ഇവർ പോകില്ല എന്ന് ഉറച്ചു പറയാനുള്ള കാരണം, നിതീഷ് കുമാർ INDA മുന്നണിയുടെ ഭാഗമായിട്ട് ചെന്ന് കഴിഞ്ഞാലും അവിടെ പ്രത്യേകിച്ച് റോൾ അദ്ദേഹത്തിന് ലഭിക്കില്ല. കാരണം അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ്സാണ്, 2ാമത് തൃണമൂൽ കോൺഗ്രസ്, 3ാമത് സ്റ്റാലിൻ, 4ാമത് സമാജ്വാദി പാർട്ടി. ഇതിൻ്റെ താഴെ പോയിട്ട് വേണം ഈ നിതീഷ് കുമാർ നിൽക്കാൻ. അതായത് NDA മുന്നണിയിലാണെങ്കിൽ മോദിയെ മാത്രം വണങ്ങിയാൽ മതി. പക്ഷേ INDA മുന്നണി യോഗത്തിൽ ചെന്നാൽ മമത, സ്റ്റാലിൻ, അഖിലേഷ് യാദവ്, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി, ഇത്രയും പേരെ വണങ്ങിയാൽ മാത്രമേ നിതീഷ് കുമാറിന് അവിടെ ഇരിക്കാൻ കഴിയുള്ളൂ. ഇത് തന്നെയാണ് TDP-യുടെയും അവസ്ഥ. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ റോളുകളൊന്നും INDA മുന്നണിയിൽ പോയാൽ ഈ 2 ചെറു പാർട്ടികൾക്കും കിട്ടില്ല. ഏതായാലും INDA മുന്നണിയിലുള്ളവർക്കും ഇല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവർക്കും ബുദ്ധിയും ബോധവും ഇല്ലെങ്കിലും നല്ല ബുദ്ധിരാക്ഷസന്മാരാണ് ഈ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും. ഇന്ത്യൻ പൊളിറ്റിക്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതും അതുതന്നെയാണ്. അതായത് ഇപ്പോഴവർക്ക് NDA-യിൽ കിട്ടുന്ന വിലയും നിലയുമൊന്നും INDA മുന്നണിയിൽ പോയാൽ ലഭിക്കില്ല. അതുമാത്രമല്ല, സ്വസ്ഥതയോടെ ഒരു ദിവസം പോലും ഭരിക്കാനും കഴിയില്ല. കാരണം അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തേക്ക് വരുന്ന ഈ മോദിയും അമിത്ഷായും ഒക്കെ ചേർന്ന ഒരു കൂട്ടുകെട്ടാണ്. അതായത് ഈ INDA മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിൽ അതിൽ പെടുന്ന ഒരു MP-ക്ക് മൂത്രമൊഴിക്കണമെങ്കിൽ തന്നെ 100 പ്രവർത്തകരുടെ ഒരു വലയം തന്നെ തീർത്തിട്ട് വേണം മൂത്രമൊഴിക്കാൻ പോയി, ഇല്ലെങ്കിൽ ദവർ പൊക്കിക്കൊണ്ട് പോയെന്നും ഇരിക്കും. അതുകൊണ്ട് സ്വസ്ഥതയോടൊരു ഭരണം, സുസ്ഥിരമായൊരു ഭരണം അവർക്ക് ഉണ്ടാകില്ല എന്ന് ചന്ദ്രബാബു നായിഡുവിനെ കണക്കൊരു ബുദ്ധിരാഷ്ട്രത്തിന് നന്നായി അറിയാം, നിതീഷ് കുമാറിന് നന്നായി അറിയാം. അതായത് അവർക്കിനി പോകാൻ വേറെ വഴിയില്ലെന്നും പോയി കഴിഞ്ഞാൽ പെരുവഴിയാകുമെന്നും
മോദിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടും ഈ 274 പേരുടെ പിന്തുണ വാങ്ങി പോക്കറ്റിൽ വെച്ചിരിക്കുന്നത് കൊണ്ടുമാണ് ഇന്നലത്തെ യോഗത്തിൽ ഈ രണ്ട് നേതാക്കന്മാരോടും പറഞ്ഞത് 5 MP-മാർക്ക് ഒരു മന്ത്രി എന്ന് പറയുകയും പ്രധാന വകുപ്പുകൾ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് ഉറച്ചു പറയാനുള്ള ചങ്കൂറ്റം മോദി കാണിച്ചതും ഈ ഒരു അംഗബലത്തിൽ തന്നെയാണ്. ഏതായാലും BJP ആയതുകൊണ്ട് വരും മാസങ്ങളിൽ, അതായത് 3 മാസം തികയും മുമ്പെങ്കിലും അവർ ഒരു 320-ലേക്കെങ്കിലും അവരുടെ സംഖ്യ എത്തിക്കും. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം രാജ്യസഭയിൽ NDAക്ക് ഒരു ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. BJP വലിയ രീതിയിൽ തന്നെ രാജ്യസഭയിൽ അവർക്കൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. രാജ്യസഭയിൽ ലോക്സഭയിലും തെരഞ്ഞെടുപ്പ് ഒരുപോലെയല്ല എന്നുള്ളത് കൊണ്ടും ഒരേ രീതി അല്ലാത്തത് കൊണ്ടും രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമായതുകൊണ്ടും ഏതായാലും ഈ അടുത്തൊന്നും രാജ്യസഭയിലെ BJPയുടെ മേൽക്കൈ നഷ്ടപ്പെടാൻ പോകുന്നില്ല. ലോക്സഭയിലും അവരുടെ സ്ഥിതി ഇതാണ്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പണ്ട് ജഗൻ ചെയ്തതുപോലെ, ബിജു ജനതാദൾ ചെയ്തതുപോലെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയെന്ന് വരാം. ചിലപ്പോൾ അവരൊക്കെ ബഹളം വെച്ച് കലക്കിയെന്ന് വരാം. ഇല്ലെങ്കിൽ മറിച്ച് BJPക്ക് ഇല്ലെങ്കിൽ BJP കൊണ്ടുവരുന്ന ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തെന്നും വരാം. ഏതായാലും നിതീഷും ഇനി നായിഡുമൊക്കെ പോകുമെന്ന് സ്വപ്നം കാണുന്നവർ തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് അടക്കി വെക്കുക. കാരണം ഇനി ഒരു അവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ പോലും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭ അധികാരമേറ്റതിന് 6 മാസത്തിന് ശേഷം മാത്രമേ കഴിയൂ. 6 മാസത്തിന് ശേഷം ഇവർക്കൊരു മാറ്റം ഉണ്ടായാലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഇപ്പോഴേ മോദി സംഭരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് 240 അംഗബലമുള്ള BJP ഇപ്പോൾ ഏതാണ്ട് NDAയുടെ ചെറുകക്ഷികളും സ്വതന്ത്രന്മാരെയും കൂട്ടി 274-ലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി മനസ്സമാധാനത്തോടെ എല്ലാവരും ഉറങ്ങുക. നമുക്കെന്തായാലും വാർത്തകൾക്ക് പഞ്ഞമുണ്ടാകില്ല. വാർത്തകൾ ഇടയ്ക്ക് ചാടും പിടിക്കും. കാരണം ഈ നിതീഷൊക്കെ ആയതുകൊണ്ട് വാർത്തകൾക്ക് ഒരു പ്രയാസവും നമുക്ക് ഉണ്ടാകത്തില്ല. ഇപ്പോൾ പറയുന്നല്ല പുള്ളി കുറച്ച് കഴിഞ്ഞ് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അതിന് സ്കോപ്പൊക്കെ ഉണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതിനാണ് ന്യൂസിന് വേണ്ട പോയിന്റ്. നന്ദി, നമസ്കാരം.